ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു മധുരക്കിഴങ്ങ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. അത് ആവശ്യത്തിന് എടുക്കുക, എത്രത്തോളമാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. മധുരക്കിഴങ്ങ് വെന്ത് വന്നതിന് ശേഷം ഇതാ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വന്നപ്പോഴേക്കും തന്നെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഉടച്ചെടുക്കാനൊന്നുമില്ല. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതാ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങല്ല എപ്പോഴും ഉരുളക്കിഴങ്ങാണ് കേട്ടോ നാവിൽ വരുന്നത്. മധുരക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള മസാലകളിലേക്ക്, അതായത് നമ്മൾ ഇനി ഇടുന്ന സാധനങ്ങളിലേക്കൊക്കെ ഉള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം കസൂരി മേത്തി ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടിയുടെ അളവ് നമ്മൾ എടുക്കുന്ന കിഴങ്ങിൻ്റെ ആ ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്കിപ്പോൾ പാകമായിട്ടുള്ളത് 1/2 കപ്പാണ്. ഈ ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ കൂടുതലായിട്ട് ടൈറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ലൂസാണെന്നുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. ഉടനെ തന്നെ നമ്മളിതിനെ ഉരുട്ടിയെടുക്കുകയാണ്. ചെറിയ ഓരോ ഉരുളകളാക്കി മാറ്റാം കേട്ടോ. ഒരു ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു ചുടുന്ന ആ ഒരു പാകത്തിലുള്ള വലിപ്പത്തിലുള്ള ഉരുളയാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവിൽ നിന്ന് ഞാനിവിടെ 6 പീസാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പലകയിൽ അല്പം ഗോതമ്പ് പൊടി തൂവി കൊടുത്തതിന് ശേഷം ഓരോ ഉരുളയും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിക്കായിട്ടും പരത്തിയെടുക്കേണ്ട, എന്നാൽ ഒരുപാട് തിന്നായിട്ടും പരത്തിയെടുക്കേണ്ട. നല്ല തിന്നായിട്ട് പരത്തിയെടുത്താൽ ഈ ഒരു സവാളയും അതുപോലെ ഇതിൽ ഇട്ടിട്ടുള്ള ഒരു മല്ലിയിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഒരു പാകത്തെ തിക്കിൽ പരത്തിയെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ഭാഗം അടിവശം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ ചെറിയൊരു പൊള്ളയായിട്ട് വരും. ഒരു ചെറിയ പൊള്ള വരുന്ന സമയത്ത് വീണ്ടും നമുക്കൊന്നും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഓയിൽ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു സൈഡിലും കൂടെ നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ഓയിലാക്കി കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം, നെയ്യ് എടുക്കാം, ബട്ടർ എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ പൊള്ളയായിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരുപോലെ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്